ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നും ഓട്ടോ കണ്ടപ്പോഴും മനസ്സിലായില്ലേ, ഇന്നും ചെറിയൊരു കറക്കമാണ് കേട്ടോ. അതായത് നമ്മളിവിടെ തൊട്ടടുത്ത് വെഞ്ഞാറമൂട്ടിൽ 180 രൂപയുടെ മേള തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അവിടെ പോകണം. അതുമാത്രമല്ല, എനിക്ക് ഒരു ചെരുപ്പും കൂടി മേടിക്കണം. അതായത് എൻ്റെ ചെരുപ്പ് ഭയങ്കര വലുതാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇവിടെ അമ്മയും അച്ചാമ്മയൊക്കെ എന്നെ കുറേ പറയുന്നുണ്ട് ചെരുപ്പ് മാറ്റാനായിട്ട്. എന്നാൽ ഈ ഒരു ചെരുപ്പാണോ എനിക്കുള്ളത്? അല്ല, വേറെ കുറേ ചെരുപ്പുണ്ടെങ്കിലും എനിക്ക് ഈ ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തിട്ടെന്ന് എനിക്കറിയത്തില്ല, ഹിവർക്കി മോഡൽ എന്ന് പറഞ്ഞുകൂടല്ലോ. അതുമാത്രമല്ല, സത്യത്തിൽ എനിക്ക് ഈ ചെരുപ്പ് ഇത്തിരി വലുതാണ് കേട്ടോ. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എനിക്ക് മേടിച്ച, അന്ന് ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്ക് ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കാലിൽ സ്വാഭാവികമായിട്ടും നീര് വരും. അതുകൊണ്ട് നീരുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് സൈസായിട്ട് ഈ ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ ഫ്ലാറ്റ് ചെരുപ്പ് ഞാൻ നോക്കിയെങ്കിലും അതിന് ഈ ഗ്രിപ്പ് കിട്ടത്തില്ല കേട്ടോ. ഈ ടൈൽസിലൊക്കെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഗ്രിപ്പ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഈ ചെരുപ്പ് വാങ്ങിച്ചത്. കാരണം ഇത് വെള്ളം നനഞ്ഞില്ലെങ്കിൽ ഗ്രിപ്പുണ്ട്, വെള്ളം നനഞ്ഞാൽ ഗ്രിപ്പ് കിട്ടത്തില്ല ഇതിനും. എന്തായാലും അങ്ങനെയാണ് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വലുതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഒന്ന് മാറ്റി വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ മാറ്റി വാങ്ങിച്ച് തരികയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാം, എനിക്കെന്ത് പ്രശ്നം, വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിനും കൂടിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും 180 രൂപ മേളയിലൊന്ന് ജസ്റ്റ് കയറി 4 ചവിട്ടുമെത്തയോ 3 ചവിട്ടുമെത്തയോ കണ്ട് 180 രൂപയുള്ള. അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരെയല്ലേ, അങ്ങനെ ചവിട്ടുമെത്തയൊക്കെ മേടിക്കാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. എന്നാൽ ഈ 180 രൂപയുടെ സാധനങ്ങൾ എല്ലാം നല്ല ക്വാളിറ്റിയാണ്, നല്ല സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊന്നും പറയാനായിട്ട് ില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു ഭരണിയൊക്കെ ഒരെണ്ണം 180 രൂപയാണ് കേട്ടോ. ഈ ഒരു ഭരണി 180 രൂപ. എനിക്ക് ഭരണിയുടെ വില അറിഞ്ഞുകൂടാ ഒന്നാമത്തെ കാര്യം, എന്നാലും അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെ കുറേ ഗിഫ്റ്റ് ബോക്സ്, അതുപോലെ തന്നെ പിന്നെ കുറേ പൊട്ടണ കുപ്പികളൊക്കെ ഞാൻ നോക്കി. ഈ അലുകുലത്തെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടാണോ ഇങ്ങനെ എടുത്ത് ചെറപറാന്നുള്ളിപ്പറക്കി ഞാൻ എടുത്ത് നോക്കുന്നത്? ഇല്ല, എവിടെന്ന് വാങ്ങിക്കാൻ, ഇതൊന്നും ഞാൻ വാങ്ങിക്കാൻ പോകുന്നില്ല. എന്നാലും ഇങ്ങനെ തുറന്ന് പിടിച്ചെല്ലാം നോക്കുമ്പോഴത്തേക്ക് അപ്പം കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇത് അത്രയും നുള്ളിപ്പറക്കി നോക്കിയെടുക്കുന്നത്. വലിയൊരു പിശിക്ക് ഞാൻ ഇത് വല്ലതും വാങ്ങിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എവിടെ നിന്ന് വാങ്ങിക്കുക, ഇതൊന്നും വാങ്ങിക്കാൻ പോകില്ല. എന്നാലും ഒരു സുഖം, ഇതെല്ലാം തുറന്ന് നോക്കി ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സുഖം. അല്ലെങ്കിൽ നമ്മൾ ഈ മേളയിലൊക്കെ പോകുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ തുറന്ന് നോക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തുറന്ന് ഞാൻ നോക്കുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ കിടന്ന് ഈ നുള്ളിപ്പറക്കി ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും, ഇതിപ്പോൾ എല്ലാം ഇവളങ്ങ് എടുക്കുമായിരിക്കുമെന്ന്. എവിടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോണ കാര്യം ഞാൻ ചെയ്യില്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. വളരെ സീക്രട്ടായിട്ട് ഞാൻ വെച്ചേക്കുന്ന കാര്യമാണ് അതൊക്കെ. പിന്നെ ഈ ഒരു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഒരു 3-4 ടിന്നായിട്ടിരിക്കുന്നതാണ് ഞാൻ മേടിച്ചതിന്. പക്ഷേ ഇത് ഒരെണ്ണമായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. ഒരെണ്ണം 180 രൂപ, അതത്ര നല്ലതൊന്നുമല്ല. പിന്നെ അങ്ങോട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഞാൻ നുള്ളിപ്പറക്കി എടുത്ത് നോക്കി. എൻ്റെ ഉള്ളിലെ ഒരാൾ പുറത്ത് വന്നതുപോലെ ഞാൻ പെട്ടെന്ന് എല്ലാം നുള്ളിപ്പറക്കി നോക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ പോയ സമയത്ത് ഭയങ്കര ആൾത്തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം മേള തുടങ്ങിയിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അമ്പൂട്ടം ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും നേരത്തെ ഒന്നും പോകത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ആളൊക്കെ ഒതുങ്ങിയ ശേഷം പോവാന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, അച്ചാമ്മയ്ക്ക് കാലും കൂടി വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ നടന്നൊന്നും പോകത്തില്ല, പതുക്കെ നമുക്ക് പോകത്തുള്ളൂ. അമ്പൂട്ടനും ഉള്ളത് അച്ചാമ്മയുള്ളത് രണ്ടുപേരും ഉള്ള റീസൺ കാരണമാണ് ഇത്രയും ലേറ്റായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം ബീഫാമിൻ്റെ ഇത് ഓർത്തു കേട്ടോ. കാരണം ഇതേപോലത്തെ ഇത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പാണ്, പ്ലാസ്റ്റിക്കിനൊക്കത്തെ ഒരു ടൈപ്പ്. പക്ഷേ നമ്മൾ ഈ ഉടയുന്ന ഇതിലാണ് കേട്ടോ അവിടെ നമ്മൾ ഈ മരുന്നൊക്കെ ഇത് ചെയ്യുന്ന ആ ഒരു ഇത് ഞാൻ എനിക്ക് കാണിച്ച് പറഞ്ഞൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ സംഭവത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്ന മരുന്ന് ഇതാക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറേ ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഇത്തിരി ക്വാളിറ്റിയൊക്കെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഈ ഉടയുന്ന കുപ്പിയും ടിന്നും പാത്രവും ഒക്കെ മേടിച്ച് വെക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് ഇപ്പം അത് പറ്റത്തില്ല. കാരണം അമ്പൂട്ടൻ ഇപ്പം ഇത്തിരി വലുതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി കുരുത്തക്കേടുകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കുപ്പിയും ടിന്നുകളൊക്കെ ഈ പൊട്ടുന്നതൊന്നും മേടിച്ച് വെക്കത്തില്ല. പ്ലാസ്റ്റിക്കേ ഇപ്പം എന്തായാലും മേടിച്ച് വെക്കത്തുള്ളൂ. കാരണം ഇപ്പം ഇത്തിരി കുരുത്തക്കേട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് വെഞ്ഞാറമൂട് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ചെറിയ പ്ലാസ്റ്റിക് ടിൻ, അത് 8 പീസ് വരുന്ന ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ പോയി നോക്കുന്നുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് ചോപ്പർ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നോക്കി, പക്ഷെ മേടിച്ചില്ല. ഇച്ചിരി ക്വാളിറ്റി കുറവായതുകൊണ്ട് അതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് എന്തായാലും ബാഗുകൾ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ബാഗുകൾ നോക്കാമെന്ന് വിചാരിച്ചു.
വാങ്ങിക്കാനായിട്ടല്ലെങ്കിലും കുറച്ച് ബാഗുകളൊക്കെ നോക്കാം. 150 രൂപയ്ക്ക് അത്ര നല്ല ബാഗുകളാണോയെന്ന് വെച്ചാൽ അല്ല, അത്ര നല്ല ബാഗുകളൊന്നുമല്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ വാരിപ്പറക്കിയെടുത്ത് നോക്കുന്നതേ ഉള്ളൂ. ഒരു നല്ല ബാഗ് കിട്ടിയാൽ ഒരു കയ്യിലിങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കുന്ന ബാഗാണ്. അതായത് വലിയ ചെറിയ ബാഗാണ് അച്ചാമ്മ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അച്ചാമ്മയ്ക്കായിട്ടൊന്ന് നോക്കിയതാണ്. അച്ചാമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അച്ചാമ്മ എടുത്തതുമില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ചെരുപ്പ് മേടിക്കാനായിട്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് പോയത്. അതായത് ഇവിടെ അല്ലാതെ ചെരുപ്പ് മേടിക്കുക എന്നുള്ള പ്ലാനും കൂടി എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു ജസ്റ്റ് നീ ഇവിടെ നിന്നും കൂടി നോക്ക്, ചിലപ്പോൾ കൊള്ളാമെങ്കിൽ. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരെണ്ണം പോലും എനിക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മേടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെയുള്ള ചെരുപ്പുകളൊന്നും ഒന്നാമത്തെ കാര്യം ഞാൻ ഇടാറില്ല. ഒന്നീ ഫ്ലാറ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെരുപ്പ്, അല്ല ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ ഇടാറില്ല. അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ചുമ്മാ ഇങ്ങനെ പറ നോക്കി നടക്കുന്നു ഒന്ന് മാത്രം കേട്ടോ. ഇതിനിടയിൽ അമ്പൂട്ടനാണെങ്കിൽ ഇങ്ങോട്ട് കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആരെ കയ്യിലും നേരെ ചൊവ്വയിരിക്കത്തില്ല. ഇപ്പം ഇങ്ങനെ നോക്കണമെങ്കിലും ഇത് അത്രയും കൂടി ചാടി പിടിക്കലാണ് ഇപ്പം അവൻ്റെ പണി. അതുപോലെ തന്നെ ഒരു കപ്പ് മേടിക്കാം എന്ന് വിചാരിച്ചപ്പോൾ അവർ പറയണം ഒരു കപ്പായിട്ടില്ല, ഒരു സെറ്റ് കപ്പ്, അതായത് 7-8 കപ്പ് 180 രൂപയാണ്. 8 കപ്പൊക്കെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് നമ്മളെന്തോന്നു ചെയ്യാൻ? ആ കൂടി 2-3 ബാത്റൂമുള്ള ഒരു വീട്ടിലാണെങ്കിൽ 2-3 കപ്പുകൾ ആവശ്യമല്ലേ ഉള്ളൂ. ഈ 7-8 കപ്പിൻ്റെ ആവശ്യമൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ കുറച്ച് പാത്രങ്ങളും എല്ലാം ഇങ്ങനെ നോക്കി നടപ്പായിട്ടോ. നമ്മളിതാ അങ്ങനെ ലാസ്റ്റ് ചവിട്ടുമ്പത്തേരെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റൊന്നും എന്തോ ഞാൻ വില പോലും ചോദിച്ചില്ല. എനിക്ക് സ്റ്റെബറിന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വില പോലും ചോദിച്ചില്ല. കുറച്ച് ടവൽസൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വില ഞാൻ അതായത് 2 3 150 അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് നിന്ന ഒരു പുള്ളിക്കാരൻ വാങ്ങിക്കുന്നതുണ്ട്. പിന്നെ ഞാനായി കുറച്ച് നേരം അമ്പൂട്ടനെ എടുത്തുകൊണ്ട് നടക്കലും ഞാനായിട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അമ്പൂട്ടൻ ഇങ്ങനെ കയ്യിലിരിക്കും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് വാരിപ്പറക്കി എടുക്കൽ, അങ്ങനത്തെയൊക്കെ ചെറിയ പരിപാടികളായതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ട് നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അമ്മ ഈ എടുത്താണെങ്കിൽ പണ്ടത്തെ നാഴി ഇതാണ്. നമുക്കൊരു നാഴി മേടിക്കാം. നമ്മളെ വീട്ടിൽ നാഴിയില്ല. നമ്മൾ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ഈ വാങ്ങിച്ചിട്ടതിൻ്റെ ഒരു ടിന്നുണ്ടല്ലോ, അത് വെച്ചാണ് നാഴിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നാഴിയില്ല, നമുക്കൊരു നല്ല നാഴി വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് നാഴി ഒന്നും എടുത്താട്ടോ. അയ്യോ, ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പത്മനാഭ ആഡിറ്റോറിയം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ വെഞ്ഞാറമൂട് തൊട്ടടുത്തുള്ളൊരു ആഡിറ്റോറിയം തന്നെ ഏറ്റവും ചെറിയ ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. അതാ ഈ ആഡിറ്റോറിയത്തിനകത്ത് ഇത്രയേ ഉള്ള ആഡിറ്റോറിയം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല പിന്നെ ഇതിനകത്ത് മാത്രമായിട്ട് എങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റും? അത് ചെറിയൊരു ആഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ അതിനകത്താണ് ഈ ഒരു ചെറിയ മേളൻ. അത് ഞാൻ പറയാനായിട്ട് ആ ടൈമിൽ അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബില്ലടിക്കുന്ന സെക്ഷനിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ പോയി ചെറിയ ഹെഡ്ഫോണ്, അതുപോലെ വാച്ച്, ഇതെല്ലാം ഇരിപ്പുണ്ട്. സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം 180 രൂപ. പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ടോയ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അടി ഉണ്ടാക്കി അത് എന്തായാലും പേടിക്കും. അത് മാത്രമല്ല വലിയ JCB ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടാൽ നമുക്ക് പേടിക്കാനൊക്കെ തോന്നും. അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറച്ച് അമ്പൂട്ടൻ അതിനുള്ളതായില്ലല്ലോ. അമ്പൂട്ടൻ എന്തായാലും ഇപ്പോൾ കൊച്ചാണ്, അപ്പോൾ അതൊന്നും വെച്ച് കളിക്കാറായില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ അമ്മ മേടിക്കട്ടാന്ന് ചോദിച്ചാൽ ഒന്നും മേടിക്കാൻ താമസിച്ചില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നടന്നിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്തിട്ട് നേരെ തിരിച്ചു വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഈ ചെരുപ്പിന് അങ്ങനെ ഒരു മോചനം കൊടുക്കാനായിട്ട് പോവാണ്. കുറേ ചെരുപ്പ് ഞാൻ തപ്പി നടന്നു. എൻ്റെ കാലിന് പറ്റിയ ഒരു സൈസിലുള്ള ചെരുപ്പ് അവിടെ കാണില്ല. അതായത് എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പുകളിൽ എൻ്റെ കാലിന് സൈസായ ചെരുപ്പുകൾ സാധാരണയായിട്ട് എങ്ങും കാണാറില്ല. അങ്ങനെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് നടക്കലാണ് സാധാരണയായിട്ട് നടക്കാറുള്ളത്. ലാസ്റ്റ് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഞാൻ ലാസ്റ്റ് ഒരു ചെരുപ്പ് ഒപ്പിച്ചു. എന്തായാലും അങ്ങനെ അതും ബില്ല് ചെയ്ത് നേരെ നമ്മളിതാ തിരിച്ചു പോകാനായിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ അച്ചാമ്മയ്ക്കും കൂടി ഒരു ചെരുപ്പ് നോക്കാം. അച്ചാമ്മയ്ക്ക് എന്തായാലും ഓണം വരെയില്ല, അപ്പോൾ അച്ചാമ്മയ്ക്കും കൂടി ഒരു ചെരുപ്പ് നോക്കണമെന്ന്. അങ്ങനെ ജസ്റ്റ് അതും കൂടി നോക്കി. പക്ഷേ അച്ചാമ്മയ്ക്ക് മുട്ടുവേദനയായിട്ട് അച്ചാമ്മ ഭയങ്കര ചെറിയ പൊക്കം പോലും എടുത്തില്ല. ഫുൾ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ചെരുപ്പ് മാത്രമേ അച്ചാമ്മ ഇടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെരുപ്പുകൾ സാധാരണയായിട്ട് എല്ലാ കടയിലും കുറവായിരിക്കും. അങ്ങനെ ജസ്റ്റ് അതൊന്ന് നോക്കി. അപ്പോൾ അങ്ങനത്തെ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പില്ല, കണ്ടില്ല അമ്മ. അതുകൊണ്ട് നമ്മൾ എൻ്റെ ചെരുപ്പ് മാത്രം മേടിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങാണ്. ഓട്ടോയിലാണെങ്കിൽ അമ്പൂട്ടനും അച്ചാമ്മയും കൂടെ നമ്മളെ കാത്തിരിക്കുകയാണ്. ഒന്ന് പെട്ടെന്ന് മേടിച്ചിറങ്ങിക്കൂടി നമുക്ക് പോവാം എന്നുള്ളൊരു രീതിയിലായിരുന്നു അമ്പൂട്ടൻ്റെ നോട്ടം കേട്ടോ. അങ്ങനെ ഇനി നേരെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. എന്തായാലും നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. തിരിച്ച് അതായത് ഒരു 12 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടൊരു 3 മണിയായപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും മൊത്തത്തിലൊന്നും ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി
പെട്ടെന്ന് തന്നെ ചടപടാവോ ഒന്ന് വീട്ടിൽ എത്തണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് അമ്പൂട്ടനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മേടിക്കണം, എന്നിട്ട് തിരിച്ചിനി വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ. അത് മാത്രമല്ല വെഞ്ഞാറമൂട് നല്ല ബ്ലോക്കും കൂടി ആയതുകൊണ്ട് കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ പോകാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണേലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ അറിയിക്കേണ്ടതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാനും അമ്പൂട്ടനും കൂടി ഇനി കുറച്ച് നേരം അടിപിടി ബഹളങ്ങളാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ എന്തായാലും ചെരുപ്പ് മേടിച്ചെന്ന് പറഞ്ഞാൽ ഏതൊന്നും കാണണ്ടേ, ഇതായിരുന്നു കേട്ടോ ഞാൻ മേടിച്ച ചെരുപ്പ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.